നമസ്കാരം ഡോക്ടർ ക്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെള്ളം കുടിക്കാത്തതുകൊണ്ട് പ്രധാനമായും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രാശയ കല്ലുകൾ. പലരിലും കൂടുതലായും പുരുഷന്മാരിലാണ് കാണുന്നതെങ്കിലും പലരിലും ഇപ്പോൾ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇന്ന് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്കൊപ്പം തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ശബരി ചേരുന്നു. ഡോക്ടർ ക്യൂയിൽ അതിഥിയായി സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എല്ലാവർക്കും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ എന്താണ് കിഡ്നി സ്റ്റോൺ? കിഡ്നി സ്റ്റോൺ ഈ പറഞ്ഞ പോലെ പണ്ടത്തേതിലും വളരെയധികം ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട്. പണ്ട് വളരെ വിരളമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആർക്ക് നോക്കിയാലും ഉണ്ട്. അത് ഏത് ഏജിലുള്ളവർ ഏത് പ്രായത്തിലുള്ളവർക്കും കിഡ്നി സ്റ്റോൺ ഉള്ളതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ജീവിത ശൈലിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. ജീവിതശൈലിയിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന കിഡ്നി സ്റ്റോണുകൾ, പിന്നെ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയേക്കാം. നമ്മുടെ ശരീരത്തിലുള്ള ചില എൻസൈമുകളുടെ കുറവും മൂലവുമൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഈ കിഡ്നി സ്റ്റോണുകൾ സ്റ്റോൺ കിഡ്നിയിൽ വന്ന് അടിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി അങ്ങനെയും കിഡ്നി സ്റ്റോൺ വരാം. പക്ഷേ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് കൂടുതലായിട്ടും നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നം. താങ്കൾ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും വെള്ളം കുടിക്കാത്ത ഒരവസ്ഥ. ഇപ്പോൾ നമ്മൾ ഓഫീസിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ AC-യിലാണ് ഇരിക്കുന്നത്. ഡീഹൈഡ്രേഷൻ, വെള്ളം ഒട്ടും കുടിക്കത്തില്ല. അപ്പോൾ ഈ കിഡ്നിയിൽ സ്വതവേ ഉണ്ടാകുന്ന ആ സ്റ്റോൺ പോലൂടി മൂത്രത്തിലൂടെ ഒഴുകിപ്പോകാൻ തക്കതായിട്ടുള്ള ഒരു മൂത്രം ഉണ്ടാകുന്നില്ല. അങ്ങനെ അത് അവിടെ കെട്ടിക്കിടന്ന് സ്റ്റോൺ വളരുന്നു. അങ്ങനെയാണത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത് നമ്മുടെ ആഹാരശൈലിയിൽ ഉണ്ടായ മാറ്റം. ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ നമ്മൾ വെളിയിൽ പോയി കൂടുതൽ ദിവസങ്ങളിലും കഴിക്കുന്ന ഒരു പ്രവണത. നമുക്കറിയാം ഫാസ്റ്റ് ഫുഡുകളിലൊക്കെ കൂടുതലായിട്ട് ഉപ്പ് ചേർന്ന ആഹാരം കൂടുതലായിട്ടുണ്ട്. അപ്പം അതൊക്കെ കൂടുതൽ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനെ കൂടുതൽ സഹായിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ആനിമൽ പ്രോട്ടീൻ ഉള്ളത് ബീഫ്, മട്ടൺ അങ്ങനെയുള്ള റെഡ് മീറ്റുകൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴും എല്ലാം കിഡ്നി സ്റ്റോൺ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ, കേട്ടിട്ടുള്ളത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇതിന്റെ എണ്ണം കൂടുതൽ രോഗികളുടെ. അതെങ്ങനെയാണ് ഡോക്ടർ അങ്ങനെ? ഒന്നാമത്തെ കാര്യം, അതിനകത്ത് പ്രത്യേകിച്ചൊരു കാരണം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആൽക്കഹോളിസം ഒരു പരിധി വരെ ഇതിൻ്റെ കൂടുതൽ ഈ ബിയറിന്റെ കൺസംഷനൊക്കെ. പക്ഷെ അതിനൊരു നമുക്കൊരു പഠനമൊന്നും ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പുരുഷന്മാരിൽ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ ഒരു താരതമ്യേന ഒരു അല്പം കൂടുതലായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ നമുക്ക്. ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ അമ്മേ. നമസ്കാരം. എനിക്ക് കുറച്ച് ദിവസം മുന്നേ വയറിന്റെ സൈഡിൽ നിന്ന് ഒരു വേദന വന്നേ. അതെ. പിന്നെ വലത്ത് സൈഡിൽ നിന്ന് ഒരു വേദന വന്ന് അങ്ങനെ ഈ വേദന കുറെ ദിവസം നിന്ന് പിന്നെ സ്കാൻ ചെയ്തിട്ട് കിഡ്നിയിൽ കല്ലാണ്. ആണോ? എത്ര സൈസ് ഉള്ള കല്ല? അതിന്റെ സൈസ് എത്രയാന്ന് വല്ലതും പറഞ്ഞിരുന്നു അമ്മയോട്? ഇല്ല, അതൊന്നും എന്നോട് പറഞ്ഞില്ല. അമ്മ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ അതിന് എന്ത് പ്രതിവിധി പറഞ്ഞു? ഡോക്ടർ കുറച്ച് ഗുളികയൊക്കെ എഴുതി, ഗുളികയൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ വേദന അങ്ങോട്ട് കുറയുന്നില്ല. കാലിനും ഭയങ്കര വേദന. കിഡ്നി സ്റ്റോണിന്റെ കൊണ്ടുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ വയറിൽ നിന്നും തുടങ്ങി നമ്മുടെ തൊടഭാഗത്തേക്കും ഒക്കെ വരുന്ന ഒരു പ്രത്യേകതരം വേദനയാണ്. അത് വളരെ വലിയൊരു വേദന തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ദിവസം കൊണ്ടേ മാറുള്ളൂ. എനിക്ക് തോന്നുന്നത് ഡോക്ടർ മരുന്നുകൾ തന്നത് മാത്രം മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല, വലിയൊരു തടസ്സം കിഡ്നിയുടെ താഴെ ഭാഗത്തേക്കോ വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം മരുന്ന് കൊണ്ട് അത് മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നന്നായി വെള്ളം കുടിച്ചു ആ മരുന്നും കഴിച്ചു നോക്കൂ. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഒന്നുകൂടി ഡോക്ടറെ കണ്ട് വേണമെങ്കിൽ ഒരു സ്കാനൂടെ എടുത്ത് ആ സ്റ്റോൺ പാസ് ചെയ്ത് പോയോ മൂത്രത്തിലൂടെ പോയോ എന്നുള്ളതൊന്ന് നമുക്ക് ഉറപ്പാക്കിയാൽ മാത്രം മതിയാവും. കേട്ടോ? ശരി, നമുക്ക് ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. രാജനാണ് മാറ്റുന്ന. പറഞ്ഞോളൂ സാർ. എനിക്ക് മൂത്രത്തിൽ കല്ലിന്റെ ഒരു 5-6 വർഷമായിട്ട് ഉണ്ട്. അത് ഒരു വർഷം കൂടുമ്പോൾ ചാടും, പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സാറിന്റെ ഡോക്ടറെ കണ്ടിരുന്നോ? നെഫ്രോളജിസ്റ്റിനെ യൂറോളജിസ്റ്റിനെ ആരെങ്കിലും കണ്ടിരുന്നോ? ആദ്യം കണ്ടിരുന്നു. ഇത് പിന്നെ ഇതിപ്പോ ഭക്ഷണ കാര്യങ്ങളിൽ ആഹാര ശൈലിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നോ ഡോക്ടർ? പറഞ്ഞു തന്നിരുന്നു. നന്നായി വെള്ളം കുടിക്കുക. കിഡ്നിക്ക് ഫെയിലിയർ ഉള്ളതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ?
പൂർണ്ണമായിട്ടും തീരുന്നില്ല. അതാണ് വിഷയം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ട് എന്താണിത് വീണ്ടും 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 കിഡ്നിയിൽ സ്റ്റോൺ വരുന്നവർക്ക് പ്രത്യേകതരം ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്തു നോക്കണം. ഏതെങ്കിലും ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണോ, കാൽസ്യം, ഓക്സലേറ്റ് അങ്ങനെയുള്ള ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നു, യൂറിക് ആസിഡ് എന്നുള്ളതൊക്കെ കൂടുന്നത് കൊണ്ടാണോ വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ചികിത്സ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള പ്രത്യേകതരം ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പൊ സാർ ഒരു നെഫ്രോളജിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അത് വേണ്ടത് ചെയ്യാം. ഓക്കെ, ഒരു കോളും കൂടി ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം. സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ. സംസാരിച്ചോളൂ, പറഞ്ഞോളൂ അമ്മ. ഹലോ ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ സോമിനി ജോർജ് അടൂരിൽ നിന്ന് വിളിക്കുന്നു. ഓ, പറഞ്ഞോളൂ. സാർ, എനിക്ക് കിഡ്നി സ്റ്റോൺ 90 തുടങ്ങിയതായി. കിഡ്നി സ്റ്റോൺ. ഹലോ, കേൾക്കുന്നുണ്ട്. എനിക്ക് കിഡ്നി സ്റ്റോണിൽ 90 തുടങ്ങിയതായി. ഇപ്പൊ 29 വർഷമായി തുടങ്ങിയിട്ട്. 4 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാ. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 3 കല്ല് വന്ന് ട്യൂബിലിരുന്ന് അത് ഓപ്പറേഷൻ ചെയ്തെടുത്തു. ഇപ്പൊ വീണ്ടും ഒരു കല്ല് വന്ന് സ്റ്റോൺ വന്നൊക്കെ ഇരിക്കുക. 9 മില്ലിയുടെ ഒരു സ്റ്റോണാ. അതിവേദനയായിരുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഞാൻ ഇനി എന്തോ ചെയ്യണം? ഇത് അടിക്കടി വന്നോണ്ടിരിക്കുന്നു. ആഹാര കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പം ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ മീറ്റ് കഴിക്കുന്നില്ല, പിന്നെ മട്ടൻ കഴിക്കുന്നില്ല, കോഴിമുട്ട കഴിക്കുന്നില്ല, ഇതൊന്നും കഴിക്കുന്നില്ല. എന്നിട്ട് എനിക്കിപ്പോ ശരീരത്തിനൊക്കെ വിറയല. കുടുംബപരമായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? കുടുംബത്തിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ടുണ്ടോ ഇതുപോലത്തെ കിഡ്നി സ്റ്റോൺ? ആർക്കുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഓ, ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ആഹാര കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില മരുന്നുകൾ നമുക്കിത് വീണ്ടും വരാതിരിക്കാനുള്ള ചില മരുന്നുകളും കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ സ്റ്റോണിന്റെ സൈസ് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് താഴേക്ക് ഇറങ്ങി പോരൂല. അത് നമ്മൾ സർജറി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായാലും ഒരു നെഫ്രോളജിസ്റ്റിന്റെയും യൂറോളജിസ്റ്റിന്റെയും ഫോളോ അപ്പിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം ആഹാര കാര്യങ്ങളും ഗുളികകളും കഴിക്കുക. ഗുളിക തുടർന്നായി കഴിക്കേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ കിഡ്നിയുടെ ക്രിയാറ്റിനൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? കിഡ്നി ഫെയിലിയർ ഒന്നും ഇല്ലല്ലോ? കോൾ കട്ടായി തോന്നുന്നു ഡോക്ടർ. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. ഹലോ, നമസ്കാരം സാർ. സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാർ, ഞാൻ ഏറ്റക്കര സൈമനാണേ. സാർ, എനിക്ക് 54 വയസ്സുണ്ട്. സാർ, എന്റെ 48ാമത്തെ വയസ്സിൽ എനിക്ക് കിഡ്നി സ്റ്റോൺ ഇങ്ങനെ പ്രശ്നമായി. പുനർജനി ഹോസ്പിറ്റലില് പൊടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം 2-3 പ്രാവശ്യം ചെയ്തു അവര്. സാർ, അത് എനിക്ക് ഇപ്പോൾ വീണ്ടും ദിവസങ്ങൾ കഴിയും തോറും വലിയൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. ഈ തണ്ടിങ്ങനെ വീർത്ത് വന്നിട്ട് മൂത്രം മുട്ടി നിൽക്കുന്നു. അല്ലാതെ വീണ്ടും സ്കാൻ ചെയ്ത് അത് കിഡ്നിയുടെ സ്റ്റോൺ തന്നെയാണെന്ന് കണ്ടുപിടിച്ചായിരുന്നോ? ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് സ്റ്റോൺ കൊണ്ട് തന്നെയാണോ? ആണെന്ന് പറഞ്ഞു. അല്ലാതെ ഡോക്ടറെ കാണിച്ചപ്പോ നമ്മൾ സ്കാൻ ഒക്കെ ചെയ്ത് നോക്കിയിരുന്നോ വീണ്ടും? അതെ സാർ, നോക്കി. പൊടിച്ച് ക്രമേണ അലിഞ്ഞു പോകുന്നു പറഞ്ഞു പിന്നീട്. അപ്പൊ ഈ 1-2 ദിവസം ഇങ്ങനെ വന്നിട്ട് രാത്രിയിലെ മൂത്രത്തില് ഈ വെണ്ടയ്ക്ക അരിയുടെ ഭാഗത്തില് പൊടിഞ്ഞു വരുന്ന അതേ കളറിൽ കുറച്ച് ഇങ്ങനെ കിട്ടിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഈ ദിവസം കഴിയും തോറും ഇങ്ങനെ ഒരു വിഷമം, ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു, പക്ഷെ പോകുമ്പോ അതനുസരിച്ചുള്ള ശരിക്ക് പോകുന്നില്ല. അപ്പൊ വീണ്ടും എനിക്ക് തോന്നുന്നത് അത് വീണ്ടും കല്ല് വീണ്ടും ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ രോഗലക്ഷണങ്ങളെല്ലാം വീണ്ടും കല്ല് ഉണ്ടാവുന്നതിന്റെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വീണ്ടും അത് സ്കാൻ ചെയ്ത് അത് ഉറപ്പാക്കണം. ഓക്കെ സാർ, ഓക്കെ. ശരി ഡോക്ടർ, ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോളും കൂടിയുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, ഞാൻ ഇപ്പൊ ഒരു 3-4 വർഷമായി മുഹൂർത്ത കല്ല് വന്നു. അപ്പൊ കഴിഞ്ഞ വർഷം മെഡിക്കലിൽ പോയി ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്പൊ അവിടെ 2 സൈഡിലും ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ 16 mm, ഒരു സൈഡിൽ 5 mm. അപ്പൊ അത് പൊടിച്ച് ഒരു സൈഡിലെ ഓപ്പറേഷൻ ചെയ്ത് പൊടിച്ച്, അല്ലാതെ ഒരു സൈഡില് തട്ടി പൊടിച്ച്. അപ്പൊ അത് കഴിഞ്ഞൊരു 3-4-5 മാസം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വേദന വന്ന് അങ്ങനെ ഇപ്പൊ ഞാൻ വിദേശത്തായിരുന്നു സാറ്. അപ്പൊ നാട്ടിൽ വന്ന് ഇതുപോലെ സ്കാൻ ചെയ്തപ്പോ 4 mm കല്ലുണ്ട് വീണ്ടും. അപ്പൊ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, വെള്ളം കൂടുതൽ കുടിച്ചാൽ മതി, പിന്നെ വേദന വരുമ്പോ കഴിക്കാനുള്ള ഗുളികയും തന്നു, അത് കഴിച്ചാൽ മതിയോ സാർ? അതേ 4 mm കല്ലിന് 5 മില്ലിമീറ്ററിൽ താഴെയുള്ള കല്ലുകളെല്ലാം വെള്ളം കുടിക്കുമ്പോൾ അത് അലിഞ്ഞ് താഴേക്ക് പൊക്കോളും. അത് മാത്രം മതി, തന്ന ഗുളികകളും കഴിച്ചാൽ മതി. വേറെ ഒന്നും പ്രത്യേകിച്ച് സർജറി ഒന്നും ആവശ്യമില്ല.
കേട്ടോ. പിന്നെ ആഹാര കാര്യങ്ങളിലുള്ള ശ്രദ്ധ ഞാനിപ്പോ ഇവിടെ പറയുന്നുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് അത് നോക്കുക, അത് മാത്രം മതി. ശരി ഡോക്ടർ, ഇപ്പൊ നമുക്ക് ഒരുപാട് പേരുടെ കോൾ വന്നു, അതിലെല്ലാം കൂടുതലായിട്ടും പറഞ്ഞത് വന്നവർക്ക് തന്നെ വീണ്ടും വരുന്നവർ. അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈ ഫാമിലി ഹിസ്റ്ററി, അതായത് കുടുംബപരമായിട്ട് ചിലർക്ക് ചില ജീൻസ് ഇതിന്റെ ഒരു ഈ ഫോർമേഷൻ, ഈ കിഡ്നിയിലെ സ്റ്റോൺ ഉണ്ടാകുന്നതിനെ ചില ജീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ അതാവാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ശൈലികൾ മാറ്റാത്തതും ഒരു പരിധി വരെ ഇതാണ്. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്കകത്ത് ഒരു ഫോക്കസ് ഉണ്ടാകുകയാണ്. ഒരു കിഡ്നിക്കകത്ത് ഒരു ചെറിയൊരു ഏരിയയിൽ ഒരു കല്ലുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും ഈ ക്രിസ്റ്റൽസ് ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോക്കസ് ചിലരിൽ കൂടുതലായിട്ട് കാണാം നമുക്ക്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും കല്ല് വരികയും ഈ കല്ലിന്റെ സൈസ് കൂടി വരികയും അത് കിഡ്നിയും താഴോട്ട് അതിനകത്തുനിന്ന് ഒരു ഭാഗം അടർന്ന് നമ്മുടെ യൂറിറ്റർ, അതായത് മൂത്രനാളിയിലേക്കൊക്കെ വരികയും തടസ്സം വരികയും കിഡ്നിക്ക് ഫെയിലിയർ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത വളരെയധികമാണ്. ഡോക്ടർ, എല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ ഇതും നേരത്തെ കണ്ടുപിടിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. വേദനയാണ് എന്ന് പറഞ്ഞു. വേദന എല്ലാവർക്കും വരണം എന്നില്ല കേട്ടോ. വേദന എല്ലാവർക്കും വരണം. ചിലർക്ക് കണ്ടുവരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോഴത്തേനും രക്തത്തിന്റെ അംശം കാണുക, മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക, അല്ലാതെ വയറിൽ വേദനയില്ല, മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുക. മറ്റു ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കിഡ്നിക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ട് അറിയലുണ്ടാവുള്ളൂ. നമ്മൾ അതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും കിഡ്നിക്കകത്ത് സ്റ്റോൺ ഉണ്ട്, ആ സ്റ്റോണ് കിഡ്നിയുടെ താഴേക്ക് തടസ്സം ഉണ്ടാക്കി നിൽക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ ഇത് വേദന ഉണ്ടാകണമെന്നില്ല, നിർബന്ധമില്ല. പലരിലും വേദനയായിട്ടാണ്, പക്ഷെ ഒരിക്കൽ വേദന വന്നവർ അതൊരിക്കലും മറക്കത്തൂല. അത്ര സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് റേഡിയോളജി, അതായത് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട കല്ലുകളെല്ലാം കിട്ടും. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ കല്ലുകളെ പറ്റിയും കല്ലുകളുടെ സ്ഥാനം അറിയാനായിട്ടും കല്ലുകളുടെ സൈസ് അറിയാനും കൂടുതലും നമുക്ക് CT സ്കാൻ തന്നെയാണ് നല്ലത്. അപ്പൊ ആദ്യം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തുനിന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും CT സ്കാൻ ആവശ്യമാണോ വേണ്ടോ എന്നുള്ളത്. ആവശ്യമെങ്കിൽ മാത്രം CT സ്കാൻ എടുക്കും. അതുകൂടാതെ യൂറിന്റെ സാധാരണഗതിയിൽ ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ രോഗനിർണയത്തിനും പുനർ നടപടികൾക്കും നമുക്ക് സഹായമായിട്ട് വരാറുണ്ട്. കൂടുതൽ ചികിത്സയുടെ കൂടുതൽ വിശദാംശങ്ങളും അറിയേണ്ടതുണ്ടെങ്കിൽ നമുക്കൊരു ഇടവേളയുടെ സമയമായിട്ടുണ്ട് ഡോക്ടർ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂ തുടരും. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും മൂത്രാശയ കല്ലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ചികിത്സയിലേക്ക് എത്തുമ്പോൾ എപ്പോഴാണ് ഇത് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ എത്തുന്നത്, അല്ലെങ്കിൽ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? ചികിത്സാ രീതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മരുന്നുകളെ പറ്റി പറഞ്ഞതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് പൊണ്ണത്തടി അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് കൂടിയ ആഹാരങ്ങൾ കഴിക്കുക, മധുരം കൂടിയ ആഹാരങ്ങൾ കഴിക്കുക, അതൊക്കെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറിക് ആസിഡ് നമ്മുടെ മുട്ടുകളിലും സന്ധികളിലും വന്ന് അടിയുന്ന പോലെ തന്നെ കിഡ്നിയിലും വന്ന് അടിയാം, അത് കല്ലുകൾ ഉണ്ടാക്കാം. പിന്നെ ഉള്ളത് നമ്മൾ എക്സസൈസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആഹാര കാര്യങ്ങളിൽ ഒരിക്കൽ കല്ലുണ്ടായ ആൾക്കാർ ആഹാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഓക്സലേറ്റ് കല്ലുകളൊക്കെ ഉള്ളവർ ഇലക്കറികൾ അധികം കഴിക്കരുത് നമ്മൾ പറയും. തക്കാളി അങ്ങനെയുള്ള ആഹാരങ്ങൾ, പിന്നെ ആൽക്കഹോളിന്റെ അമിതമായ ബിയർ ഒത്തിരി കഴിക്കുന്നവർക്കൊക്കെ ധാരാളമായി ഈ കല്ലുണ്ടാകുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ രണ്ടാമത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം വെള്ളം നല്ലപോലെ കുടിക്കുക. ഒരു ദിവസം ഒരു 2-2.5 ലിറ്ററെങ്കിലും യൂറിൻ വരത്തക്ക രീതിയിൽ ഈ കൂട്ടര് വെള്ളം കുടിക്കണം. അത് ചിലർക്ക് 3 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ 2-2.5 ലിറ്റർ യൂറിൻ വരും. മറ്റു ചിലർക്ക് അത് 3.5 ലിറ്റർ കുടിക്കണം. അപ്പൊ അവരവരുടെ റിക്വയർമെന്റിനനുസരിച്ച് നല്ലപോലെ വെള്ളം കുടിക്കേണ്ടത് പരമപ്രധാനമായ കാര്യമാണ്. ഡോക്ടർ, ആഹാര രീതിയെ കുറിച്ച് പറയുമ്പോൾ നാരങ്ങയും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം? അതായത് നാരങ്ങ ബന്ധം എന്ന് പറഞ്ഞാൽ സിട്രേറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചില ഫ്രൂട്ട്സ് ഇതുണ്ടാവാതിരിക്കാൻ നല്ലതാണ്. സിട്രേറ്റ് നമ്മുടെ കിഡ്നിയിലുള്ള കല്ല് അലിഞ്ഞു പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സാധനമാണ്. അപ്പൊ സിട്രേറ്റ് റിച്ച് ഫ്രൂട്ട്സ് നമുക്ക് കൂടുതലായിട്ടും കഴിക്കുന്നത് ഇതിനെ ഗുണം ചെയ്യും. പക്ഷേ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് അത്രയ്ക്കധികം കഴിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റു ചികിത്സാ രീതികളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ കല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂറിനിലൂടെ അലിഞ്ഞ് അത് വെളിയിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിക്കാം. ഇത് വേഗം പാസ് ചെയ്ത് പോകാനായിട്ടുള്ള ചില ഗുളികകളുണ്ട്, അതൊക്കെ ഡോക്ടർ തരും. പിന്നെ ഇത് വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഗുളികകളുണ്ട്, അത് തരും. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ചികിത്സാ രീതികളിലേക്ക് അല്ലെങ്കിൽ അടിയന്തരമായ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാകുമ്പോൾ കിഡ്നിയിൽ നിന്നും പാസ് ചെയ്ത് മൂത്രനാളിയിൽ വന്നിരുന്ന് തടസ്സം ഉണ്ടാകുമ്പോൾ കിഡ്നിക്ക് ഫെയിലിയർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ഒരു ഡയാലിസിസ് വരെ ആ രോഗിക്ക് അത്യാവശ്യമായിട്ട് വന്നിരിക്കും ഒരു ചെറിയ നാളത്തേക്കിന്. അതിനുശേഷം നമുക്ക് സർജറി
മുഖാന്തരം ചെറിയ സർജറി മതിയായിരിക്കും, ചിലപ്പോൾ സങ്കീർണമായ സർജറി വേണ്ടി വന്നേക്കും. ആ കിഡ്നിയിലുള്ള അല്ലെങ്കിൽ മൂത്രനാളിയിലുള്ള ആ കല്ലിനെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആ നീക്കം ചെയ്ത് തീരുന്നിടം വരെ നമുക്ക് ഈ രോഗിക്ക് ഡയാലിസിസ് എടുക്കേണ്ടതായിട്ട് വന്നേക്കും. കാരണം പെട്ടെന്ന് ശരീരത്തിലെ പൊട്ടാസ്യം ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്, കിഡ്നി ഫെയിലിയർ വന്നിട്ട്, തകരാറ് വന്നിട്ട്. അപ്പൊ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ഡയാലിസിസും ആവശ്യമായി വന്നേക്കാം. ഡോക്ടർ, വെള്ളം എങ്ങനെയാണ് സഹായിക്കുന്നത്? ഈ വെള്ളം ഞാൻ പറഞ്ഞു, വെള്ളം കൂടുതലായിട്ട് ചെല്ലുമ്പോൾ കൂടുതലായി യൂറിൻ ഉണ്ടാവും, നമ്മുടെ മൂത്രം ഉണ്ടാകും. ആ മൂത്രം അങ്ങ് ഉണ്ടാകുമ്പോൾ അതിനുള്ളിലേക്ക് ഈ കിഡ്നിയിലിരിക്കുന്ന കല്ലുകൾ അലിഞ്ഞ് താഴേക്ക് പോകും. അതുപോലെ തന്നെ യൂറിൻ താഴേക്ക് വരുമ്പോൾ സ്വമേധയാ ആ കല്ലുകളും താഴേക്ക് വന്ന് നമുക്ക് വെളിയിലേക്ക് പോകാനുള്ള സാധ്യത. ചില രോഗികൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ കല്ല് കിട്ടിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. നമസ്കാരം സാർ. സാർ, ഞാൻ വെള്ളയണി എന്നാണ്, കൊടി എന്ന പേര്. പിന്നെ എനിക്ക് കല്ലിന്റെ ഇതുണ്ടായിരുന്നു. ഈ അൾട്രാ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോ 3 മില്ലി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെള്ളം ധാരാളം കുടിക്കാൻ പറഞ്ഞു. അത് ഗുളികയൊക്കെ കഴിച്ച് നിർത്തി. വെള്ളം കുടിക്കുമ്പോഴേ എനിക്ക് വയറ്റിനകത്തൊരു വേദനയുണ്ട് ചെറുതായിട്ട്. ധാരാളം വെള്ളം കുടിക്കുകയാണ്, ഒരു ബാർലി വെള്ളം, അങ്ങനെ നാരങ്ങ വെള്ളം അതൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പോഴ് ആ വലത് സൈഡില് താഴായിട്ട് ചെറിയൊരു വേദന എടുക്കുന്നുണ്ട് വെള്ളം ധാരാളം കുടിക്കുമ്പോൾ. അല്ലാത്ത വേദനയൊന്നും ഇല്ല എനിക്ക്. അൾട്രാസൗണ്ടിലുള്ള 3 മില്ലിമീറ്റർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അത് സ്റ്റോൺ തന്നെയാണോ എന്ന് സംശയമാണ്. കാരണം അൾട്രാസൗണ്ടിൽ സാധാരണ 4 മില്ലിമീറ്ററിന് കൂടുതലുള്ള സ്റ്റോൺ മാത്രമേ നമുക്ക് നിശ്ചയമായിട്ടും അത് കല്ല് തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളം കുടിക്കുമ്പോഴുണ്ടാകുന്ന വേദന എന്തായാലും കല്ലുകൊണ്ടുള്ള വേദന അല്ല. അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുകയും വേണ്ട. ഈ 3 മില്ലിമീറ്റർ സ്റ്റോണിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നന്നായി വെള്ളം കുടിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ട് അത് സ്റ്റോൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞു പൊക്കോളൂ. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അല്ല ഡോക്ടർ, ഇത് വേറെ എന്തെങ്കിലും സ്കാൻ ചെയ്യേണ്ടി വരും? വേണ്ട. ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും വലിയ കല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മറ്റ് സ്കാനുകളിലേക്ക് പോയാൽ മതി. ഓക്കെ, ശരി ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, പ്രായം ഇതിനൊരു പ്രധാന ഘടകമാണ്. എത്ര വയസ്സിനുള്ള ഇടയിലുള്ളവർക്കാണ് ഈ അസുഖം സാധാരണയായിട്ട്? പണ്ടൊക്കെ കുറെ കൂടെ പ്രായമുള്ളവർക്കായിരുന്നു വരുന്നത്. ഇപ്പം യങ്സ്റ്റേഴ്സ്, വളരെ യുവാക്കൾക്കും എല്ലാം വരുന്നുണ്ട്. അത് ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതശൈലിയിൽ തന്നെയാണ്. വളരെ ഒത്തിരി കുട്ടികൾ ഇതുപോലെ, ഈവൻ അഡോളസൻസ്, നമ്മുടെ ഈ കൗമാരപ്രായകരായുള്ള കുട്ടികളിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ 10 വയസ്സാകുമ്പോൾ തന്നെ നല്ലപോലെ, 10 വയസ്സാകണ്ടല്ലോ, നല്ലപോലെ ഈ ഫാസ്റ്റ് ഫുഡുകളും അങ്ങനെയുള്ള എല്ലാം കഴിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഇതും കണ്ടുവരാറുണ്ട്. ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കണ്ടേ. ഇപ്പം നമ്മളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 തവണയും 4 തവണയും ഇതുപോലെ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇതുപോലത്തെ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുക. അത് കുട്ടികൾക്ക് നമ്മൾ തന്നെ എൻകറേജ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ എക്സസൈസ് ഇല്ല, അപ്പം അതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ ഡോക്ടർ, പറയൂ ജാഫർ, കേൾക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് മൂത്രത്തിന്റെ കല്ലിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വേദന വരുമ്പോ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കാറുണ്ട്. അതിൽ വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഇംഗ്ലീഷ് മരുന്നുകള് വേദനയ്ക്ക് നമ്മൾ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. വേദന അല്ലാതെ മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അത് അമിതമായിട്ട് ഉപയോഗിക്കണ്ട. വേദനയുടെ വേറൊന്നുകൊണ്ടല്ല, ഈ കല്ലുകൾ കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കിഡ്നിക്ക് ചെറിയ ഇഞ്ചുറി, ചെറിയ മുറിവുകൾ ഉണ്ടാവാനും ചെറിയ തകരാറുണ്ടാകാനും സാധ്യതയുള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ വേദന സംഹാരികൾ കൂടുതലായിട്ട് കഴിച്ചാലും കിഡ്നിക്ക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. അത് പെട്ടെന്ന് വേദന വരുമ്പോ ഞാൻ ഗുളിക കഴിക്കുമ്പോ പെട്ടെന്ന് മാറുന്നുണ്ട്. ഈ അതിൽ ഏറ്റവും നല്ലത് കല്ലുകൾക്കുള്ള പ്രതിവിധി കാണുക എന്നുള്ളതാണ്. എന്താണ് പ്രതിവിധി എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് അത് ചെയ്യുക. കേട്ടോ? ശരി ഡോക്ടർ, കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അത് മറ്റു രോഗങ്ങളിലേക്ക് പിന്നീട് പോവുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ കിഡ്നി സ്റ്റോൺ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരാനുള്ളത് കിഡ്നി ഫെയിലിയർ വരിക എന്നുള്ളതാണ്. അത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തടസ്സം വന്നാലും ഇല്ലെങ്കിലും ഇത് കിഡ്നിയിൽ എത്ര നാൾ ഇരിക്കുന്നോ അത്രയും നാളും നമുക്ക് കിഡ്നിക്ക് പ്രശ്നം തന്നെയാണ്. ഒരാവശ്യമില്ലാത്തൊരു സാധനം കിഡ്നിക്കകത്തിരിക്കുമല്ലേ. അപ്പോൾ അത് കിഡ്നിക്ക് ഇഞ്ചുറി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കിഡ്നിയുടെ ട്യൂബിൾസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ സ്ട്രക്ചറുകളുണ്ട്. അതിനൊക്കെ ഇത് തകരാറുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു പ്രോബ്ലം വരുന്നത് മിക്കവാറും ഇത് താഴോട്ടിറങ്ങി തടസ്സം വരുമ്പോഴായിരിക്കും. പക്ഷേ ഒരു കുറേ നാളുകൾ, ഒരു 10-20 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ വരുന്നതിൻ്റെ ഒരു കാരണം കുറേ നാളുകളായിട്ട് കല്ലുകൾ കിഡ്നിയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പം നല്ലൊരു ചാൻസ് ഉണ്ട്. നമ്മൾ കിഡ്നിയുടെ ഫെയിലിയറിനെ നമുക്ക് 5 സ്റ്റേജ് ആയിട്ട് തിരിക്കാമെങ്കിൽ ഇത് 1ാമത്തെ സ്റ്റേജിലാണ് വെറുതെ കല്ലിരിക്കുന്നത്. അത് ഓരോ സ്റ്റേജും കയറി അതിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത
നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചിലരിലെങ്കിലും അതുണ്ടാവാറുണ്ട്. നേരത്തെ ഒരു കോളർ വിളിച്ച പോലെ ഒരുപാട് മരുന്ന് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പം എല്ലാ മേഖലയിലും വ്യാജന്മാരുണ്ടല്ലോ ഡോക്ടർ. അപ്പം വായിച്ചുള്ള അറിവാണ് 24 മണിക്കൂർ കൊണ്ട് കിഡ്നി സ്റ്റോൺ മാറ്റുന്നു, മൂത്രാശയ കല്ല് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പരസ്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. അതിനെ കുറിച്ചൊക്കെ എന്താണ് ഡോക്ടർ പറയുന്നത്? അവരൊക്കെ ഈ കല്ലുരുക്കി എന്നൊക്കെ പറയുന്ന ഇത് ഒന്നും ഞാൻ ഒന്നിനെ പറ്റി മോശമായിട്ട് പറയുന്നില്ല, എങ്കിലും ഒന്നിനും ഒരു റിസർച്ച് ഇല്ല. എന്താണ് ഇനി ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് കൊളസ്ട്രോള് മാറ്റാനായിട്ട് ഇരുമ്പും പുളി ജ്യൂസ് കൊടുക്കും, ചില വൈദ്യന്മാരൊക്കെ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുമായിരിക്കാം, പക്ഷേ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നം കല്ലുണ്ടാവും, ഓക്സലേറ്റ്, കിഡ്നി കല്ലുണ്ടാവും. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കല്ലുരുക്കിയെ പറ്റിയൊന്നും ഒരു പഠനങ്ങളൊന്നും നടത്തിയായിട്ട് നമ്മുടെ അറിവിലില്ല. ഇനി അതുകൊണ്ട് എന്തെങ്കിലും ദോഷമാണോ ഗുണത്തെക്കാളേറെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ രജിസ്റ്റേർഡ് പ്രാക്ടീഷണറിന്റെ അടുത്ത് തന്നെ ചികിത്സിക്കുന്നതാണ് നല്ലത്. ഒരു തവണ കല്ലുണ്ടായി, ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഉണ്ടാകുന്നവരിൽ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പിന്നെ എപ്പോഴാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്? അല്ല, അത് കൂടെ ഡോക്ടറെ കാണുകയും വേണ്ടി വന്നു കഴിഞ്ഞാൽ, വേണ്ടി വരിക എന്നല്ല, അവർക്ക് മിക്കവാറും അൾട്രാസൗണ്ട് നമ്മൾ എടുത്ത് നോക്കേണ്ടി വരും. പുതിയതായിട്ട് എത്ര കല്ലുകൾ വന്നിട്ടുണ്ട്, എത്രത്തോളം അത് സങ്കീർണമായിട്ടുണ്ട്, അത് തടസ്സമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് അവർ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഡോക്ടറെ കാണുകയും, ഞാൻ പല രോഗികൾക്കും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. റെക്കറന്റ് സ്റ്റോൺ, അതായത് കൂടെ സ്റ്റോൺ ഉണ്ടാവുന്ന ആൾക്കാർക്ക് അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പൊടുന്നതിനായിരിക്കും ഒരു തടസ്സം വന്നിട്ട് ഒരു കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോളോ അപ്പ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത് കല്ലിന്റെ വലിപ്പം അനുസരിച്ചും ഞാൻ പറഞ്ഞ പോലെ തടസ്സം ഉണ്ടാകുമ്പോഴുമാണ്. തടസ്സം ഉണ്ടായി കിഡ്നിയുടെ താഴെ വന്നിട്ട് ഈ മൂത്രനാളിയിലൊക്കെ തടസ്സം ഉണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ഒരു 8 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ വരെ നമ്മൾ സാധാരണ പാസ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ ഒരു 8 മില്ലിമീറ്റർ വരെയൊക്കെ നമ്മളൊരു ട്രയലിന് വെക്കും. നല്ലപോലെ വെള്ളം കുടിച്ച് ഒന്നും പോട്ടെ എന്ന് കരുതി നമ്മളൊരു ട്രയലിനൊക്കെ വെക്കും. പക്ഷെ എന്നിട്ടും പോയില്ലെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരും. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശസ്ത്രക്രിയക്ക് ശേഷം സാധാരണ ഒരു ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് ഡോക്ടർ? സാധാരണ ശസ്ത്രക്രിയ പോലെ തന്നെ സൂക്ഷിക്കുകയും പിന്നെ വീണ്ടും ഫോളോ അപ്പ് വേണം. കാരണം വീണ്ടും കല്ലുണ്ടാവുന്നുണ്ടോ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, കിഡ്നിയുടെ ഫംഗ്ഷൻസ് നമ്മൾ കൂടെ നോക്കേണ്ടതായിട്ടും ഒക്കെ ഉണ്ട്. അപ്പം സാധാരണ ശസ്ത്രക്രിയ പോലെ തന്നെയാണ് എങ്കിൽ തന്നെയും ഫോളോ അപ്പ് വളരെയധികം, ചികിത്സയും ഫോളോ അപ്പുകളും എല്ലാം വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയ തന്നെയാണ്. ആഹാരം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തൊക്കെയാണ് ഡോക്ടർ കഴിക്കേണ്ടത്? നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. അതായത് ചോക്ലേറ്റ്സ്, കുട്ടികളിൽ പ്രത്യേകിച്ച് ഇപ്പം യുവാക്കളാണെങ്കിൽ അമിതമായിട്ട് ചോക്ലേറ്റ്സ് ആയിരിക്കും, അതിനകത്ത് ഓക്സലേറ്റ്സ് കണ്ടമാനമുണ്ട്. സ്റ്റോൺ ഉണ്ടാകുന്നവർ ഇലക്കറികൾ അധികം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. എന്നും പറഞ്ഞ് എല്ലാവരും ഇലക്കറികൾ നിർത്തരുത്. കാരണം ഇലക്കറികൾ വളരെയധികം നല്ലതാണ്. നമുക്കറിയാമല്ലോ, ഹീമോഗ്ലോബിൻ കൂടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ സ്റ്റോൺ കൂടെ ഉണ്ടാകുന്നവർ, പ്രത്യേകിച്ച് ഓക്സലേറ്റ് സ്റ്റോൺസ് ഉള്ളവർ ഇലക്കറികൾ ഒഴിവാക്കുക. പിന്നെ ബിയർ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് നിറഞ്ഞ ആഹാരങ്ങൾ ഒഴിവാക്കുക. നമുക്കറിയാം ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ സാധനങ്ങളിലൊക്കെ എത്ര ഡെൻസ് ആയിട്ടാണ് ഉപ്പുള്ളത് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് കരുതി നമ്മൾ ഇപ്പോഴേ അവരെ ഒത്തിരി കഴിപ്പിച്ച് അതിനോട് അങ്ങ് ശീലവും അഡിക്ഷനും ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പുള്ള ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉപ്പ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും ആഹാരം കഴിക്കാൻ പറ്റില്ല. കഴിവിന്റെ പരമാവധി നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കുക, കുറയ്ക്കുക. പിന്നെയുള്ളത് ആനിമൽ പ്രോട്ടീൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മട്ടൺ, ബീഫ് അങ്ങനെയുള്ള ആനിമൽ പ്രോട്ടീൻസ് കണ്ടമാനം നമുക്ക് സ്റ്റോൺ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. ഇപ്പം നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വന്നിട്ടുണ്ട്. ഇതിനോടൊക്കെ കൂടുതലൊരു അഭിനിവേശം അല്ലേ യുവാക്കൾക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. യുവാക്കളല്ല, ഞാൻ എൻ്റെ ഒപ്പിലിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പ്രായമായാലും ഇതിനോടുള്ള ഒരു ആർത്തിയും തന്നെ നമുക്ക് പറയാം. അതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സാലെ തന്നെ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ എന്തൊക്കെ കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ കൂടുതൽ ജ്യൂസുകൾ അങ്ങനെയാണോ? ജ്യൂസുകളൊക്കെ നന്നായി ഇതിന് ഉണ്ടാവുന്നവർക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. വെള്ളം നന്നായി കുടിക്കുക. വെള്ളത്തിന്റെ അതിപ്പം AC ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്കിത് ആവശ്യമാണെന്ന് കരുതി നമ്മൾ വെള്ളം അടുത്ത് തന്നെ വെച്ച് കൂടുതലായിട്ട് കുടിക്കുക. നല്ല ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കല്ലുകളും പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ യൂറിനിൽ സിട്രേറ്റിന്റെ അളവ് വളരെ കൂടുതൽ. അവർ ഒത്തിരി പഴങ്ങൾ കഴിക്കും. അപ്പം അത് കൂടുതൽ നമ്മൾ പഴങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവണം നമുക്ക്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ വ്യായാമത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പൊ അത് ചെയ്യുന്ന രീതി അതെല്ലാം നമ്മൾ ഡോക്ടറോട് ചോദിച്ചാണോ ചെയ്യേണ്ടത്? അതായത് നമ്മൾ വ്യായാമം ചെയ്യാനായിട്ട് പറയുന്നതിന്റെ പ്രധാന കാരണം പൊണ്ണത്തടി ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് കല്ലുണ്ടാകാനായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പറയുന്ന
എക്സസൈസ് എന്ന് പറഞ്ഞാൽ കടുത്ത എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു ദിവസം ചെയ്യുക. അല്ലാതെ ഒരു മൃദുവായ എക്സസൈസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ദിവസം 40 മിനിറ്റ് എങ്കിലും, അത് നടത്തം പോലുള്ള എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ വെയിറ്റ് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോവുക, അമിതമായ വണ്ണം ഉണ്ടാകാതിരിക്കുക, അമിതമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളിൽ ഇപ്പം ഒരുപാട് കണ്ടുവരുന്നുണ്ട് മൂത്രാശയക്കല്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അതിന് പ്രത്യേക എന്തെങ്കിലും ചികിത്സ അങ്ങനെയുണ്ടോ? പ്രത്യേകിച്ച് ചികിത്സയായിട്ടൊന്നുമില്ല, അവരും ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ ഇത് ചെയ്യുക. ഇപ്പം പണ്ടൊക്കെ സ്ത്രീകൾ കുറച്ചുകൂടി ഇപ്പം ഞാൻ കണ്ടിടത്തോളം സ്ത്രീകളിലും കണ്ടമാനം പൊണ്ണത്തടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് നമ്മൾ ചിലപ്പോൾ ആൾക്കാരെ കണ്ടാലും അവർക്ക് വലിയ തടി ഉണ്ടെന്ന് തോന്നിയില്ലെങ്കിൽ തന്നെയും അവരുടെ ശരീരത്തിൽ കണ്ടമാനം ഫാറ്റ് ഉണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർമേധസ് എന്നൊക്കെ നമ്മൾ പറയണ മാതിരി ഒത്തിരി ഫാറ്റ് അടിഞ്ഞു കൂടുന്നുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് എക്സസൈസും നമ്മുടെ ആഹാരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വളരെ ഇതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ പൊണ്ണത്തടിയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് നമ്മളത് മനസ്സിൽ വെച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാര രീതി ശ്രദ്ധിക്കുക, മറ്റേത് വ്യായാമം ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ കല്ലുകൾ ഇരിക്കുന്നിടത്തോളം വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. അപ്പോൾ ആ മൂത്രത്തിൽ പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയും പിന്നെയും കൂടും അല്ലേ, കൂടുതൽ സങ്കീർണമായ രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും, ആന്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ളൊരു സങ്കീർണതയിലേക്കൊന്നും പോകാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, അതാണ് പ്രധാനം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഡോക്ടർ, ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. മറ്റൊരു വിഷയവുമായി ഡോക്ടർ ക്യൂവിൽ നാളെ കാണാം. നമസ്കാരം.